ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇത് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷ്യ ഡക്കാണ്. ഒരു ചെറിയ ഫ്ലവറൊക്കെ ഹെഡിൽ കൊടുത്തിട്ടുള്ള ഒരു ക്യൂട്ട് ഡക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന യാൺ 6 പ്ലൈ യാണാണ്. ഗംഗ ഡിസൈർ യാണാട്ടോ. യെല്ലോ, ഓറഞ്ച്, പിങ്ക് ആൻഡ് ഗ്രീൻ. പിന്നെ 2 സേഫ്റ്റി ഐസ് വേണം. പിന്നെ നമുക്ക് കുറച്ച് ഫൈബർ ഫില്ലിങ്ങും വേണം. ഞാൻ എടുത്തിരിക്കുന്ന ക്രോഷ്യ ഹുക്ക് സൈസ് 3 മില്ലിമീറ്റർ ഹുക്ക് സൈസിലാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് അറൗണ്ട് 6 ഇഞ്ചസ് ആണ് വരുന്നത് ഹൈറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മളിതിൻ്റെ ഹെഡ് പോർഷനാണ് ചെയ്യുന്നത്. ഹെഡ് പോർഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ വലിച്ചെടുക്കുക. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, single crochet 3, single crochet 4, 5 and 6. നമ്മൾ 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തു. നമുക്ക് നമ്മുടെ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാം. നമ്മുടെ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തെറ്റിപ്പോവും. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം, അതായത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. Single crochet 2. Next one again increase, single crochet 1, same space and 1 more single crochet. Third one again increase, single crochet 1 and single crochet 2. Fourth one again increase, single crochet 1, single crochet 2. Fifth one again increase, single crochet 1 and single crochet 2. Sixth one, അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്താട്ടോ, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ടുകൊണ്ട് എവിടെ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വൺ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. തേർഡ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. Next one again 1 single crochet, next one 1 single crochet, next one increase, single crochet 1 and single crochet 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ചെയ്തെടുക്കാം. ടോട്ടൽ 6 ടൈംസ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യേണ്ടത്. 2 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ്. ഞാൻ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 5. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ.
ഫോർത്ത് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിലും 1. നെക്സ്റ്റ് ഫോർത്ത് വണ്ണിൽ again ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 6. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് ഫോർത്ത് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. ഫിഫ്ത്ത് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്തെടുക്കാം. 4 സിംഗിൾ ക്രോഷ്യേഴ്സ് ഓരോ സ്റ്റിച്ചസിൽ ആൻഡ് ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ 1, തേർഡ് വണ്ണിൽ 1, ഫോർത്ത് വണ്ണിൽ 1 ആൻഡ് ഫിഫ്ത്ത് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. സിക്സ്ത് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് 1 മോർ റൗണ്ട് ഇൻക്രീസ് ഉണ്ട്. ഫസ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, 5 ആൻഡ് 6. നെക്സ്റ്റ് വണ്ണിൽ അതായത് 7th വൺ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് 6 റൗണ്ട്സ്, അതായത് നെക്സ്റ്റ് 6 റൗണ്ടിലും ഇൻക്രീസ് ഇല്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. ഇൻക്രീസ് ഒന്നും ചെയ്യണ്ട. ഇതുപോലെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. റൗണ്ട് 9 till റൗണ്ട് 14 ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഇതിപ്പോൾ റൗണ്ട് 9 ആണ്. അങ്ങനെ റൗണ്ട് 14 വരെ ഈ ഒരു സെയിം പാറ്റേണിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 റൗണ്ട്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഹെഡ് പാർട്ട് ഓൾമോസ്റ്റ് ഇത്രയായി വളഞ്ഞ് വരാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിക്രീസ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഡിക്രീസ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ 1, തേർഡ് വണ്ണിൽ 1, ഫോർത്ത് വണ്ണിൽ 1, ഫിഫ്ത്ത് വണ്ണിൽ 1 ആൻഡ് സിക്സ്ത് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഒരു ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ആണ്. നെക്സ്റ്റ് വണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ തന്നെ ക്രോഷ്യ എടുക്കുക. yarn over. ഇനി 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ. അഗെയിൻ നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 5 ആൻഡ് 6. നെക്സ്റ്റ് വൺ അഗെയിൻ ഒരു ഇൻവിസിബിൾ ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4 ആൻഡ് 5. നെക്സ്റ്റ് വണ്ണിലൊരു ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, ദെൻ 1 ഡിക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ അഞ്ചിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമ്മുടെ ഈ ഒരു ഹെഡ് പാർട്ടിലെ ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഡിക്രീസ്. ഞാനിപ്പോൾ ഈ റൗണ്ടിന് അഞ്ചിലെത്തി. ഇനി നമുക്ക് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഞാൻ കട്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെഡ് പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ സേഫ്റ്റി ഐസ് എടുക്കാം. എന്നിട്ട് റൗണ്ട് 12ൻ്റെയും 13ൻ്റെയും നടുക്കായിട്ട് സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ആയി വയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് 1 2 3 4 5 സ്റ്റിച്ചസിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തായും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, സിംഗിൾ ക്രോഷ്യ 5 ആൻഡ് സിംഗിൾ ക്രോഷ്യ 6. ക്ലോസ് ചെയ്യാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം കേട്ടോ. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. Next one again increase, single crochet 1 and single crochet 2. Next one increase, 4th one again increase, 5th one, and last stitch 1 more increase. ഈ റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് 2 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വൺ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 4 ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 ആൻഡ് തേർഡ് വണ്ണിൽ 1 ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ തന്നെ 1 മോർ.
ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഓരോ നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1 ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 5. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ആൻഡ് 4th വണ്ണിൽ ഇൻക്രീസ്. ഞാൻ അഗെയിൻ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വണ്ണിൽ 1 ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സെയിം സ്പേസിൽ 1 മോർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ആൻഡ് 5th വൺ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. ഇത് ഈ റൗണ്ടിൽ ലാസ്റ്റ് ഇൻക്രീസ് റൗണ്ട് ആട്ടോ. ഫസ്റ്റ് വൺ ചെയ്തു, സെക്കൻഡ് വൺ 1, തേർഡ് വണ്ണിൽ 1, 4th വണ്ണിൽ 1 ആൻഡ് 5th വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. 6th വൺ അഗെയിൻ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ആൻഡ് 6th വൺ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് 3 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നെക്സ്റ്റ് 3 റൗണ്ട്സ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് 8, റൗണ്ട് 9 ആൻഡ് റൗണ്ട് 10. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. റൗണ്ട് 8, റൗണ്ട് 9 ആൻഡ് റൗണ്ട് 10. ഇതുപോലെ ഫുൾ ചെയ്തെടുക്കാം 3 റൗണ്ട്സ്. ഞാനിപ്പോൾ ഇത് 3 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4 ആൻഡ് സിംഗിൾ ക്രോഷ്യ 5. നെക്സ്റ്റ് വണ്ണിലൊരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ. അഗെയിൻ നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 3, 4 ആൻഡ് 5. നെക്സ്റ്റ് വൺ അഗെയിൻ ഒരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. ലാസ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് 3 റൗണ്ട്സ് അഗെയിൻ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഈ 3 റൗണ്ട്സിലും ഡിക്രീസ് ഇല്ല കേട്ടോ. ഓരോ സ്റ്റിച്ചസിലും നമുക്കിങ്ങനെ ചെയ്തു പോകാം, ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 3 മോർ റൗണ്ട്സ് ഫുൾ ചെയ്തെടുക്കാം. 3 റൗണ്ട്സ്. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 15. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അഗെയിൻ നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിലൊരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് 1 ഡിക്രീസ്. ഞാൻ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് ഈ ഒരു ബോഡി പാർട്ടിൽ ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ,
single crochet 1 and single crochet 2. Next one ഒരു decrease. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. 1 single crochet, 1 single crochet and 1 decrease. ഇതുപോലെ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇത്തിരി ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണം. ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ലിങ് ഫുള്ള് നിറച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ 2 ഹാൻഡ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6. നെക്സ്റ്റ് റൗണ്ട് 2 ഫുൾ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 സെയിം സ്പേസിൽ 1 മോർ. അങ്ങനെ ടോട്ടൽ 6 ടൈംസ് ചെയ്യണം കേട്ടോ. സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ്, തേർഡ് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, ഫോർത്ത് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ് ആൻഡ് സിക്സ്ത് വണ്ണിൽ ഇൻക്രീസ്. നെക്സ്റ്റ് 5 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തു പോവാം. ഓരോ റൗണ്ടിലും 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് 5 റൗണ്ട്സ്, അതായത് റൗണ്ട് 3 4 5 6 and 7 ഫുൾ ചെയ്തെടുക്കാം. നെക്സ്റ്റ് 5 റൗണ്ട്സ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അത് ഇച്ചിരി ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു പാറ്റേണിൽ 1 മോർ ഹാൻഡ് ചെയ്തെടുക്കാം. സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം പാറ്റേൺ ഇതുപോലെ 2 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ലെഗ് ചെയ്യാം. ഞാൻ അതിന് ഓറഞ്ച് കളർ ആണ് എടുക്കുന്നത് കേട്ടോ. അഗെയിൻ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 6 സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 and 6 ക്ലോസ് ചെയ്യാം. അഗെയിൻ നെക്സ്റ്റ് റൗണ്ട് 2 ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 and same space 1 more. Next one increase, single crochet 1 and 2. Next one increase, single crochet 1 and 2, increase. Next one increase, next one increase. Next round 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ അഗെയിൻ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് ഈ ഒരു റൗണ്ടിൽ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് 4 ഫുൾ ചെയ്തെടുക്കാം. നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ ഒരു
single crochet together. Next one 1 single crochet and next one again decrease. അങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നെക്സ്റ്റ് റൗണ്ട് ഈ ഡിക്രീസ് ഇല്ല. നെക്സ്റ്റ് 5 റൗണ്ട്സ് ഇതുപോലെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഓരോ റൗണ്ടിലും 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് 5 റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. 5 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഇത്തിരി ഒരു ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്കിത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 1 മോർ ലെഗ് ചെയ്തെടുക്കാം. ഞാനിതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലും കുറച്ച് ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു റൗണ്ട് പാർട്ടിൽ മാത്രം ഇവിടെ വെക്കേണ്ട. ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഈ ഉള്ളിൽ മാത്രം കുറച്ച് ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബീക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് കേട്ടോ. നേരത്തെ പോലെ മാജിക് സർക്കിളല്ല, സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 4, ചെയിൻ 1, 2, 3, 4. ഇവിടെ നിന്ന് തേർഡ് ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് വണ്ണിൽ 3 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെ വളഞ്ഞ് വരാം കേട്ടോ. ഈ നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റ് സ്റ്റിച്ചിൽ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 1 സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് റൗണ്ട് 2 ചെയ്യാം. റൗണ്ട് 2, 3, 4 വേറെ ഇൻക്രീസ് ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോയാൽ മതി. റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. ഇതുപോലെ ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൗണ്ട് 2 ഫിനിഷായി. ഇതുപോലെ തന്നെ റൗണ്ട് 3യും റൗണ്ട് 4ഉം ചെയ്തെടുക്കാം കേട്ടോ. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ഇനി തൊട്ടപ്പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡക്കിൻ്റെ കൊക്കിൻ്റെ പാർട്ടും തീർന്നു. ഇനി നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം.
സ്റ്റിച്ചിങ്ങും അസംബ്ലിയും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ മുകളിലൊരു ഫ്ലവർ വെക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിങ്ക് കളർ യാണ് എടുത്ത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് ചെയ്തെടുക്കാം. മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5 and 6. ഇത് ക്ലോസ് ചെയ്യാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ ഇൻക്രീസ്, അങ്ങനെ ഓരോ 6 സ്റ്റിച്ചസിലും നമുക്ക് ഇൻക്രീസ് ചെയ്യണം. സിംഗിൾ ക്രോഷ്യ 1 and 2, സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and 2, തേർഡ് വണ്ണിലും ഇൻക്രീസ്, ഫോർത്ത് വൺ അഗെയിൻ ഇൻക്രീസ്, ഫിഫ്ത്ത് വൺ ഇൻക്രീസ് ആൻഡ് സിക്സ്ത് വണ്ണിൽ ലാസ്റ്റ് ഒരു ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3, 4, 5, 6, 7, 8. അതായത് നെക്സ്റ്റ് 6 സ്റ്റിച്ചസ് ഇൻക്രീസ് ഇല്ല, 6 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അങ്ങനെ ടോട്ടൽ 6 റൗണ്ട്സ്, റൗണ്ട് 3 ടിൽ റൗണ്ട് 8. ഇതുപോലെ ഫുൾ ചെയ്തു പോകാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി 6 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. നമുക്ക് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ യാൺ കട്ട് ചെയ്യാം. ഉള്ളിലോട്ട് കിടത്തി ടൈറ്റൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഊരിപ്പോരും. ഇതുപോലെ നമുക്ക് ടോട്ടൽ 6 പെറ്റൽസ് വേണം. സെയിം പാറ്റേൺ തന്നെ ഇതുപോലെ 6 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രീൻ കളർ യാണ് എടുക്കുക, ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, ഇതിൻ്റെ ഉള്ളിലോട്ട് 5 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4 and 5. 5 എണ്ണം മതി കേട്ടോ. നെക്സ്റ്റ് 4 റൗണ്ട്സ്, റൗണ്ട് 2, 3, 4 and 5. ടോട്ടൽ 4 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഓരോ റൗണ്ടിലും 5 സിംഗിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കാം. 4 and 5. റൗണ്ട് 2 ഫിനിഷ്ഡ് ആയി. ഇതുപോലെ തന്നെ റൗണ്ട് 3, 4 and 5 ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ 4 മോർ റൗണ്ട്സ് ചെയ്തെടുത്തു. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് റൗണ്ട് 6 ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and 2. തേർഡ് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and 2. ഫോർത്ത് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and 2. ഫിഫ്ത്ത് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് റൗണ്ടും അഗെയിൻ ഇൻക്രീസ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ ഇൻക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. Next one 1 single crochet,
next one increase, next one 1 single crochet, next one again increase, next round again increase ആണ്. first 2 stitches ഓരോ single crochet 1 and 2, third one again increase, single crochet 1, same space ൽ തന്നെ 1 more, again next 2 stitches ഓരോ single crochet, next one increase. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ടും ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഈ നെക്സ്റ്റ് 3 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ട്സിൽ ഇൻക്രീസ് ഇല്ല, ജസ്റ്റ് ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോയാൽ മതി. അങ്ങനെ 3 റൗണ്ട്സ് നമുക്ക് ചെയ്തെടുക്കാം. ഫുൾ എൻഡ് വരെ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 3 റൗണ്ട്സ് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 more റൗണ്ട്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ 6 പെറ്റൽസും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ ഡക്ക് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ yarn to masterpiece അതിൽ മെസ്സേജ് അയച്ചാലും മതി. See you in next video. Bye bye.